തിരഞ്ഞെടുപ്പ് ചൂട് കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേപ്പൂർ മണ്ഡലമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടെ. ഒരു ബേപ്പൂർക്കാരൻ എന്ന നിലയിൽ ഇവിടെ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ PM മുഹമ്മദ് റിയാസ് ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വല്ലാതെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും 600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഓരോപ്പം 3000 കൊടുക്കാൻ പോണി. പക്ഷേ ഈ പ്രാവശ്യം പിണറായി വിജയന്റെ അക്രമാദിത്യമായ ഈ ഭരണത്തിന് ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുക്കും. ഒരു മാറ്റം ബേപ്പൂരിന് വരണം എന്നുള്ളത് ജനങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. 45 വർഷത്തെ ഒരു ശാപമുണ്ട് ബേപ്പൂരിൽ. ഇവിടെ പോർട്ട് വന്നാൽ എനിക്ക് അതിൽ കൂടെ കള്ളക്കടത്ത് നടത്താൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് റിയാസ് ഇവിടെ അടിഞ്ഞുകൂടുന്നതെന്നാണ് പൊതുജനങ്ങളുടെ വിശ്വാസം. അരക്കിണറിലെ ബേപ്പൂർ റോട്ടിലുള്ള ആളാണ്. അന്ന് മുതലേ ഈ റോഡ് വീതി വിടുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് 63 വയസ്സായി. ഈ 40-45 കൊല്ലം CPM ഭരിച്ചിട്ട് ഇവിടെ ഒരു പുരോഗമനം ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റം വേറെ ആൾക്കാർ വരുമ്പോൾ ഇതിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ ആഗ്രഹം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ 3 മുന്നണികളും ശക്തമാണ്. എന്നാൽ ബേപ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ചോദിച്ചറിയാം. യഥാർത്ഥത്തിൽ PM മുഹമ്മദ് റിയാസ് ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വല്ലാതെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും കേരളം മുഴുവൻ പ്രസിദ്ധനായ ഒരു വ്യക്തി കൂടിയാണല്ലോ PM മുഹമ്മദ് റിയാസ്. പക്ഷേ നിങ്ങൾ ഈ റോഡിലേക്ക് നോക്കി നോക്കൂ. ഈ റോഡിന് കാര്യമായൊരു വീതിയൊന്നും സംഭവിച്ചിട്ടില്ല. ബേപ്പൂർ വികസിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള വീതി ഇവിടെ ഇല്ല എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 10 വർഷമായ പിണറായി വിജയൻ്റെ ഭരണം ജനങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു LDF ഭരണം 10 വർഷമായി കേരളം ഇന്നവരെ കണ്ടിട്ടില്ല. 10 വർഷമായി ഒരു ഗവൺമെൻറ് ഭരണം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ആ കടലുണ്ടി ഭാഗത്ത് ഒരു ബ്രിഡ്ജായിരുന്നു. കാരണം ഇപ്പോഴും റെയിൽവേ ക്രോസ് അവർക്ക് കടക്കാൻ വേണ്ടി ഒരു ബ്രിഡ്ജിൻ്റെ അത്യാവശ്യമുണ്ട്. പല സമയങ്ങളിലും അവിടെ ആംബുലൻസും കാര്യങ്ങളും എല്ലാം കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് ചെറുവണ്ണൂർ പ്രദേശത്ത് ഒരു സ്റ്റീൽ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഒരു വലിയ വ്യവസായശാല എന്ന് പറയുന്നത് ബേപ്പൂർ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരാറുള്ളത്. പക്ഷേ ഈ ചെറുവണ്ണൂർ പ്രദേശത്തുള്ള ഈ സ്റ്റീൽ കോംപ്ലക്സ് വളരെ തുച്ഛമായ വിലയ്ക്ക് ഗവൺമെൻറ് വിറ്റ് ഒഴിവാക്കി. ഏകദേശം ഒരു നമ്മളൊക്കെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 40 ലക്ഷം റുപ്യ 45 ലക്ഷം രൂപ ചിലവ് വരുന്ന ഭൂമിക്ക്, ഒരു സെൻറ്റിന് ചിലവ് വരുന്ന ഒരു ഭൂമിയാണ്. ഒരു 30 ഏക്കറോളം ഭൂമി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് കൂടാതെ ഇത്തരം സാധനങ്ങൾ സാമഗ്രികളൊക്കെ സൂക്ഷിക്കുന്ന വലിയ സ്ക്രാപ്പ്, ഇരുമ്പിൻ്റെ സ്ക്രാപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആരോപിക്കപ്പെടുന്നത് എന്താ വെച്ചാൽ അത് വെറും 30 കോടിക്ക് വിറ്റ് കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ രോഷമുള്ള കാര്യങ്ങളാണ്. ബേപ്പൂർ എന്ന് പറയുമ്പോൾ ആളുകളെ മനസ്സിലേക്ക് വരുന്ന ഒരു പോർട്ടിനെ ചുറ്റുവട്ടമുള്ള ഒരു വലിയൊരു സിറ്റി. അത് നിങ്ങൾക്ക് ബേപ്പൂർ പോർട്ടിൽ പോയി നോക്കി കാണാൻ വേണ്ടി സാധിക്കും. ബേപ്പൂർ ഫിഷറീസ് എന്ന് പറയുന്ന ഹാർബറിൽ അവിടെ അടിസ്ഥാന സൗകര്യമായ മൂത്രപ്പുരകൾ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഷെഡ് പോലും ജങ്കാറിനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വികസനം എന്ന് പറയുന്നത് ബ്രിഡ്ജ് പോലുള്ള കാര്യങ്ങളാണ്. പുതിയതായിട്ട് ബ്രിഡ്ജ് വരുന്നു. ഇപ്പം ബേപ്പൂരിനെയും ചാലിയത്തിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജ് കൊണ്ടുവരാൻ സാധിക്കുന്നു ഗവൺമെൻറ് എന്ന് വയ്ക്കുകയാണെങ്കിൽ അതൊരു വലിയ വികസനമാണ്. ഇപ്പോൾ കടലുണ്ടി പ്രദേശത്ത് ജനങ്ങൾ ഇപ്പം നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം. എനിക്ക് തോന്നുന്നു 1000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ നിർമ്മാണശാലകളൊക്കെ നിലകൊണ്ടിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ബേപ്പൂർ. പക്ഷേ ഇന്ന് അത്തരം യാതൊരു സാധനങ്ങളും നിങ്ങൾക്ക് ബേപ്പൂരിൽ പോയാൽ കാണാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് മിന്നുന്ന ബൾബ്, ലൈറ്റ്, കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽസ്, സെൽഫി എടുക്കുന്ന ആളുകൾ. പിന്നെ ഒരു ഫിഷറീസ് ഹാർബറാണുള്ളത്. ഈ ഫിഷറീസ് ഹാർബറിൽ യാതൊരുവിധ ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. ഒന്ന് പോയി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു മൂത്രപ്പുര പോലും ആ ഭാഗത്തില്ല. പിന്നെ ഈ മത്സ്യം കൊണ്ടുവന്നാൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ആധുനികമായ സൗകര്യങ്ങളില്ല. ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ തോണിയിലും വഞ്ചിയിലും എല്ലാമായി വരുന്ന അതാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട തൊഴിൽ നൽകുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ശരിക്കും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബേപ്പൂരിൽ ആളുകളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം 45 വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കും. ഒന്നാമത് നമ്മുടെ ഈ ബേപ്പൂർ മേഖല എന്ന് പറയുന്നത് തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ, ജനസാന്ദ്രത കൂടിയ ഈ പ്രദേശത്ത് എന്നാലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് നമുക്ക് റോഡുകളുടെ വികസനമോ ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ നമ്മളെ ബേപ്പൂർ മേഖലയിൽ പ്രത്യേകിച്ചു ബേപ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും ബേപ്പൂർ മേഖലയിൽ അത്ര ഒരു തരം വികസനങ്ങളും ഇവിടെ നടക്കും. റോഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് സർവീസ് നടത്തുന്ന മേഖലയാണ് ബേപ്പൂർ. കാരണം ബേപ്പൂർ കടലിൽ അവിടെ പോയി അവസാനിക്കുക. ആ 74ഓളം ബസ്സുകൾ നമ്മൾ ഈ റൂട്ടിൽ
പോകുന്നു. പക്ഷെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് വികസനം നമ്മളെ ഇവിടെ നടക്കുന്നില്ല. അതുപോലെ നമുക്ക് നെളിമറമ്പുണ്ട് നമ്മളതിൻ്റെ പരിസരത്ത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റോ പിന്നെ അത്തരം കാര്യങ്ങളോ ഇതുവരെ നടക്കുന്നത്. അതിൻ്റെ സ്മെല്ലും അതോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുക. ജനങ്ങളൊരു മാറ്റം ഇപ്പോൾ നമ്മൾ പിന്നെ പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മാറ്റം ബേപ്പൂരിന് വരണം എന്നുള്ളത് ജനങ്ങൾ അതിയായി ആഗ്രഹിക്കും. 45 വർഷത്തൊരു ശാപുണ്ട് ബേപ്പൂരിൽ. ഒന്ന് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഓൾഡ് മിലിറ്ററി റോഡ്, ബ്രിട്ടീഷ് അടങ്ങലിലുള്ള റോഡാണത്. ആ റോഡ് അതേ വീതിയിൽ തന്നെയാണുള്ളത്. ആ റോഡിൽ ഇതേമാതിരി 3 മന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ടി കെ ഹംസ, ഒന്ന് എളമരം കരീം. ടി കെ ഹംസ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു, എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, ടൂറിസം വകുപ്പുമാണ്. ഇവർ മന്ത്രി എന്നല്ലാണ്ട് ഇവിടെ ഒട്ടനവധി കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ സർവേക്കല്ല് നാട്ടിയിട്ടുണ്ട്. റോഡ് വൈഡിങ് എന്ന് പറഞ്ഞിട്ട് മാറാടി ബീച്ച് റോഡും ബേപ്പൂർ റോഡും. അപ്പോൾ ഈ മാറാടി ബീച്ച് റോഡ് എന്ന് പറഞ്ഞാൽ തീരദേശ റോഡ് കഴിഞ്ഞ മന്ത്രിസഭയിലെ MK മുനീർ കൊണ്ടുവന്ന റോഡ് പകുതിയിൽ കിടക്കാണ് 2ാം മണ്ഡലത്തിൽ. ഈ പ്രാവശ്യം ആ മണ്ഡലം CPM-ൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ദേവർകോവിൽ അവിടുത്തെ മന്ത്രിയായിട്ടും റിയാസ് ഇവിടെ മന്ത്രിയായിട്ടും ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ബേപ്പൂർ റോഡ് എന്ന് പറഞ്ഞാൽ 130 ബസ് കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്കുണ്ട്. അത്രയും ടൂറിസ്റ്റും പോർട്ടും എല്ലാം നിലകൊള്ളുന്ന റോഡും നമ്മളിവിടെയുള്ള UDF-ൻ്റെ പ്രവർത്തകർ രാഘവേട്ടനോട് പറഞ്ഞിട്ട് NH66 എന്ത് പെടുത്തിയിട്ടുണ്ട്, ഈ ബേപ്പൂർ റോഡ് പെടുത്തിയിട്ടുണ്ട്. ഇതിനും സർവേക്കല്ല് 485 കോടി റുപ്യ സർവേക്കല്ല് നാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചിലവ്, ആ ചിലവായ പൈസ ഉണ്ടെങ്കിൽ അങ്ങനത്തെ 4 റോഡ് ഇവിടെ ഉണ്ടാക്കാം. ഇതുവരെ ഇവിടെ റോഡ് വൈഡിങ് ഉണ്ടായിട്ടില്ല. ഇത് കോടിക്കണക്കിന് റുപ്യ പഴയ പാലത്തിന് പെയിൻറ്റ് അടിക്കുക, പോയാൽ കുറച്ച് ലൈറ്റ് വിട്ടുങ്ങാണ്ട് കോടിക്കണക്കിന് റുപ്യ ഇതിൽ സർക്കാർ ഖജനാവ് കാലിയാക്കാമെന്നുള്ളൂ. ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒന്നും റിയാസിൻ്റെ ഭാഗത്തുനിന്നും ആവട്ടെ 45 കൊല്ലമായിട്ട് ഇവിടെ ജയിച്ചു പോയ 3 മന്ത്രിമാരെ മേൽനോട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനം തുടങ്ങിയിട്ടങ്ങോട്ട്, നയതന്ത്ര ബാഗിൽ കള്ളക്കടത്ത് തുടങ്ങിയിട്ടിങ്ങോട്ട്, ഇപ്പോഴത്തെ ശബരിമല കൊള്ളയടി തുടങ്ങിയിട്ടിങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ ഒരു മിഡിൽ ക്ലാസ് മാൻ എന്നുള്ള നിലയിൽ അത് പരിചിന്തനം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. നിലപാടുകൾക്ക് വേണ്ടിയിട്ട് MLA സ്ഥാനം രാജിവെച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം ഞങ്ങൾ വളരെയധികം മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു വ്യക്തി ബേപ്പൂരിനെ പ്രതിനിധീകരിക്കാൻ വരാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിച്ച് ബഹുഭൂരിപക്ഷത്തോടു കൂടി LDF ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷത്തോടുകൂടി എൻ്റെ ജനങ്ങൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് വിടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് വോട്ടിന് വേണ്ടി അടുത്ത മന്ത്രിക്കസേരയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നുള്ള അല്ലാതെ അമ്മോശം പറയുന്നത് കേട്ട് ഇവിടെ പുലികളിക്കുന്നതെന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ഫറോക്കിൽ ഞാൻ കൊണ്ടുവന്ന വികസനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ 5 കോടി ചിലവഴിച്ചിട്ട് ഗസ്റ്റ് ഹൗസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ജനങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ടോ? MLA-യും അതിന് മുകളിലോട്ടുള്ള VVIP-കൾക്കും മാത്രമുള്ളതല്ലേ 5 കോടി ജനങ്ങളുടെ ഫണ്ട് ചിലവഴിച്ച് അദ്ദേഹം ഉണ്ടാക്കിയത്? ഈ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം നിയോജകമണ്ഡലമാണ്. 140 മണ്ഡലത്തിൽ ഇതിൽ പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഈ 3 കൂടി മിക്സ് ചെയ്തൊരു നിയോജകമണ്ഡലം ഒന്നും കേരളത്തിലില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വന്ന് ഫെസ്റ്റിവൽ നടത്തി, ആഘോഷങ്ങളാണ്. 5 കൊല്ലത്ത് വർഷം നോക്കുമ്പോൾ 5 ആഘോഷം നടത്തി 25 കോടിയാണ് അതിന് മുടക്കിയത്. അതൊരു വികസനമാണോ? ജനങ്ങളുടെ പ്രശ്നം തീരുന്നാണോ? ആഘോഷം വേണം വേണ്ടെന്നല്ല പറഞ്ഞത്. 25 കോടിയാണ് മുടക്കിയത്. ഈ നിയോജകമണ്ഡലം ലെവലിൽ എന്താണ് ഒരു പുതിയൊരു പ്രൊജക്റ്റ്? ഒന്നും ഞാൻ കാണില്ല. ബേപ്പൂർ റോട്ടിലുള്ള ആളാണ്. അന്ന് മുതലേ ഈ റോഡ് വീതി വിടുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് 63 വയസ്സായി. ഈ 40-45 കൊല്ലം CPM ഭരിച്ചിട്ട് ഇവിടെ ഒരു പുരോഗമനം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ബേപ്പൂർ മണ്ണിട്ടിട്ട് കുറേ 25 കോടി 30 കോടി ചിലവാക്കിയിട്ട് കാര്യമില്ല. പാവത്തുങ്ങൾക്ക് വീടിന് പ്ലാൻ കിട്ടാതെ കുറേ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാമെന്നല്ലാതെ ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ 3 പ്രാവശ്യം ജയിച്ചത് റിയാസ് തന്നെയാണ്. റിയാസിനാണ് മുൻതൂക്കം കാണുന്നത്. പക്ഷേ ഒരു വിധത്തിലൊരു അൻവറുള്ള സമയത്ത് അൻവറിന് ആയിക്കൂടായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭയങ്കര മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ അൻവറിന് ചാൻസ് ഉണ്ട്, ചിലപ്പോൾ റിയാസിന് ചാൻസ് ഉണ്ട്. BJP-ൻ്റെ കാര്യം പിന്നെ പറയാൻ കാര്യമില്ല. വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ വികസനങ്ങളുണ്ട്. ഇവിടെ ജോലി കൊടുക്കാൻ കഴിയില്ല. ഇവിടെ എത്രയോ PSC ടെസ്റ്റുകളൊക്കെ എഴുതി കുട്ടികൾ ഇവിടെ ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. ഒരു ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബേപ്പൂർ കുറേ കാലഘട്ടമായിട്ട് ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന മണ്ഡലമാണ്.
മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാധവൻകുട്ടി സാറ് എന്നപ്പോഴാണ് ഇവിടെ ഒന്നായിട്ട് കൂട്ടമായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ ആരും അങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടില്ല. അതിനൊക്കെ കരകയറി LDF മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇനിയും ആ ഇത് തുടരെ തന്നെ ചെയ്യും. ഇവിടുത്തെ ബേപ്പൂർക്കാരനായ എനിക്ക് തെരഞ്ഞെടുപ്പിനൊക്കെ പറയുകയാണെങ്കിൽ ബേപ്പൂർ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ലീഡ് റിയാസിനുണ്ടാവും. ഞമ്മക്ക് വെച്ചാൽ ഞങ്ങളെ ഇടവഴിയൊക്കെ വെള്ളക്കുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഇപ്പം അത് റോഡായി, വികസനമായി, ഇപ്പം വണ്ടി വരുന്നു, കാറ് വരുന്നു, എല്ലാം വരുന്നുണ്ട്. അതിനെക്കൊണ്ട് അങ്ങനെ എനിക്കൊരു ഉപകാരമുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കിയോടത്തിൽ ഒരു സമാധാനം ഉണ്ട്. LDFിൻ്റെ ഈ ഭരണം ജനങ്ങൾക്ക് നേട്ടമുള്ളൂ. മറ്റേ റോഡ് വികസനമായാലും മറ്റുള്ള എന്തിൻ്റേതായാലും 600 റുപ്യ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഓരോപ്പം 3000 കൊടുക്കാൻ പോണത്. അതന്നെ മറ്റേ പിണറായി സർക്കാർ വന്നതിൻ്റെ അടുത്താണ് 600 ക്ലിയറാക്കി കൊടുത്തത്. അതിപ്പോൾ 2000 എത്തിച്ച്. ഇനിയിപ്പോൾ ഓല് 3000 എന്ന് പറഞ്ഞാൽ എവിടുന്ന് എടുത്ത് ഓല് കൊടുക്കുമോ? ഓല് വന്നാൽ തന്നെ ഒരു 2 മാസം കൊടുത്തിട്ട് അവിടെ ഇട്ടേക്കും. പക്ഷേ ഞങ്ങൾക്ക് റിയാസ് സാറുള്ളപ്പോൾ ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റം വേറെ ആൾക്കാർ വരുമ്പോൾ ഇതിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ ആ സാറ് ചെയ്യുന്ന ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഒരു ഇതിലാണുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം പിണറായി വിജയൻ്റെ അക്രമാദിത്യമായ ഈ ഭരണത്തിന് ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുക്കും. PV അൻവർ ഇവിടെ എന്തായാലും ജയിച്ചിരിക്കും. പിന്നെ STPI ബന്ധം അത് നിങ്ങൾ ചോദിക്കാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ STPI, ജമാഅത്തെ ഇസ്ലാമി, PDP ഇങ്ങനെയുള്ള പോലുള്ള വർഗീയ ശക്തികൾ എന്ന് പറഞ്ഞു മതമൗലികവാദികൾ. ഈ മതമൗലികവാദികളുടെ വോട്ട് പിടിച്ചിട്ടാണ് ഈ പ്രാവശ്യം അധികാരത്തിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും. ഒരു വലിയൊരു മാർജിൻ ഇല്ലെങ്കിലും ഒരു 5000-ൻ്റെ മാർജിനുള്ളിൽ PV അൻവർ ജയിച്ചിരിക്കും. Subscribe to One India and never miss an update.